നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ஐயா ஒரு காரியம் சோதிச்சா கோபிக்கல. എന്താ? நம்ம ரொம்ப நேரமா இங்க காத்துக்கிட்டே இருக்க. யாரு வரப்போகுது? விஷயம் എന്നതാക്കും? നാഞ്ചി നായ്ക്കർ പറഞ്ഞില്ലേ എന്റെ ഭാര്യയെ ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും കൊണ്ടുവരണമെന്ന്. ഇന്നിപ്പോ അങ്ങനെ ഒരു സാധനം കൊണ്ടുവരുന്നുണ്ട്. തൃപ്പങ്ങോട്ട് ദേശത്ത് നിന്ന് എന്റെ ഒരു ബന്ധു. ബന്ധുവോ? അന്ത ഗുണ്ടുമണി പയ്യനാ? അവൻ ഇറന്നിട്ടാണെന്ന് നീങ്ക ചൊല്ലിയാച്ചേ? അവനല്ല, അവന്റെ ചേട്ടന് മണിവർണ്ണ പിള്ള. മണിച്ചനെന്ന് വിളിക്കും. പട്ടാളക്കാരനാ. ആ ദേ എത്തിയല്ലോ. നമസ്കാരം. സാധനം കൊണ്ടുവന്നോ? കൊണ്ടുവന്നു. എന്നാ പുറത്തെടുക്ക. അല്ല, ടാക്സി കൂലി കൊടുത്താലേ അവൻ സാധനം പുറത്തിറക്കാൻ സംഭവിക്കും. എത്രയായി? പറഞ്ഞുറപ്പിച്ചത് 7,000. പക്ഷെ ഈ കാട്ടുവഴികളിലൊക്കെ വണ്ടി ഓടിച്ചിട്ടേ ഇപ്പൊ ടയർ തേഞ്ഞെന്നും പറഞ്ഞ് 2,000 രൂപ കൂടുതൽ ചോദിക്കുന്നു. ഒരു വൃത്തിയായിട്ടവേ. അതൊന്നും പറ്റില്ല. കാശില്ലാത്തത് കൊണ്ടൊന്നുമല്ല, മറിച്ച് വാക്കിനൊരു വ്യവസ്ഥ വേണം. 7,500 കൊടുത്താ മതി. അതിപ്പോ നാളെ ഞാൻ തൃപ്പങ്ങോട്ടേക്ക് മടങ്ങിപ്പോകുമ്പോഴേ വീണ്ടും എന്റെ മുഖത്ത് നോക്കാണല്ലേ. വല്ല 100-500 കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാ കൊടുത്തിട്ട് സാധനം എടുത്തോണ്ട് വാ. സമയം കളയരുത്. അയാളെ 6 പിശുക്കനാണ്. ആർത്ത കൈക്ക് ഉപ്പ് തയ്ക്കാത്ത ദ്രോഹി. ഞാൻ പറഞ്ഞു വല്ല 100-500 കൂടുതൽ കൊടുക്കാൻ. വീണ്ടും കേൾക്കണമല്ലോ. ഞാൻ പട്ടാളത്തിലുണ്ടായിരുന്ന സമയമായിരുന്നു ഇവനൊക്കെ വെടിവെച്ച് കൊന്നേനാ. രാമദ്രോഹി. എന്റെ ബന്ധുവായി പോയില്ലേ, കൂടെ നിന്നല്ലേ പറ്റൂ. മണിച്ചാ, ഓ എന്താ അവിടെ സംസാരം? ഒന്നുമില്ല. പിന്നെ കാട്ടിൽ നിന്ന് തിരിച്ചു പോകാനുള്ള വഴി പറഞ്ഞു കൊടുത്താ മനസ്സിലായല്ലോ. ശരി, ഞാൻ ആ പടം ഒന്ന് പുറത്തുള്ളൂ. വാ. தேவி மாதிரி இருக்கு. ஆண்டவா, இவரை தானா இந்த ஆளு உச்சாடனம் நடத்தி தலைக்க போறது? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.